വാങ്ങിച്ച കല്ലുമ്മക്കായുടെ കഥയാവാം ഇന്ന്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് തൊണ്ടോട് കൂടിയിട്ടൊരു കല്ലുമ്മക്കായ വാങ്ങുന്നത്. എനിക്ക് ഓർമ്മ വെച്ച ആ ഒരു നാളിലാണ് ഞാൻ കല്ലുമ്മക്ക ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്യാമിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ കല്ലുമ്മക്കായ കഴിച്ചു തുടങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും ഓർമ്മയില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ ഇഷ്ടമുള്ളൊരു കക്ഷിയൊന്നും അല്ല കല്ലുമ്മക്കായ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ബേപ്പൂർ ബീച്ചിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിയതാണ്. എന്തായാലും വലിയ പണിയൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ കല്ലുമ്മക്ക വെറുതെ ചുമ്മാ വെള്ളത്തിലൊന്ന് ജസ്റ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് സുഖമായിട്ട് എടുക്കാൻ കിട്ടും. പിന്നെ ജസ്റ്റ് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മീനിന് മസാല തേക്കണ പോലെ മസാലയൊക്കെ തേച്ച് റോസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി ഇളക്കി അതിനുശേഷം ഇച്ചിരി മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചാൽ കല്ലുമ്മക്കായ അതിനകത്തേക്ക് ഇട്ട് നല്ലൊരു ബ്രൗൺ കളർ വരെ ഇളക്കിയിട്ട് അവസാനം നമ്മൾ കുരുമുളക് പൊടി ചേർക്കാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പിടുത്തില്ല കേട്ടോ. എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് നല്ല പരിപ്പറിയും പപ്പടവും കല്ലുമ്മക്കായ റോസ്റ്റും ആയിരുന്നു. അപ്പോൾ എന്ത് എടുത്തുള്ളിട്ടാ